ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇത് നമ്മുടെ വീട്ടിലുള്ള പാവയ്ക്ക ചെടിയാണ്. നമ്മൾ കുറച്ച് പാവയ്ക്ക വലിക്കാൻ പോവാണ് കേട്ടോ. പാവയ്ക്ക ഹെൽത്തിന് വളരെ നല്ലതാണ്. അത് ദഹന പ്രക്രിയയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വയറ്റിൽ ശല്യം ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഇത് ഹെൽത്തിന് വളരെ ഗുണം ചെയ്യും. അതേപോലെ പാവയ്ക്ക സ്കിന്നിനും വളരെ നല്ലതാണ്. നമുക്കിത് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ചെറുതായി മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നമ്മുടെ സൗകര്യം പോലെ. ഞാൻ ഇന്ന് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്കൊരു 5-6 പച്ചമുളക് കൂടെ മുറിച്ചിടാം കേട്ടോ. ഇതപ്പോൾ പാവയ്ക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു, പാവയ്ക്കയും പച്ചമുളകും എല്ലാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുക്കിംഗ് ഓയിൽ നിങ്ങളേതാ യൂസ് ചെയ്യണോ അത് ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് മൂത്ത ശേഷം നമ്മളതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് ചെറു തീയിലാക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫ്രൈ ആവണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ് തന്നെ. ഓക്കെ, ഒരു മിക്സിയിൽ കുറച്ച് നാളികേരം എടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ചിരകി വെച്ചതില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ പാവയ്ക്കൊക്കെ ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആ മിക്സി ജാറിലേക്ക് യൂഷ്വലി നമ്മൾ വെള്ളമല്ലേ കഴുകി ഒഴിക്കുക. ഇത് വെള്ളം കഴുകണ്ട. മോരുണ്ടെങ്കിൽ മോരിനെ അങ്ങോട്ട് ഒഴിച്ച് ആ മിക്സി ജാർ ഒന്ന് കലക്കി അതിനെ വന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കണ്ട. അഥവാ കട്ട തൈരാണെങ്കിൽ നിങ്ങൾ ആ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കും. മോരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മോരൊഴിച്ച ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിന് ശേഷം മോരൊഴിച്ച ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം. ആ ചീനച്ചട്ടിയുടെ ചൂടിൽ തന്നെ അതായിക്കോളും. ഓക്കെ, സോ ഇവിടെ ടേസ്റ്റിയായ ഒരു പാവയ്ക്ക കറി തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പാവയ്ക്ക വളരെ നല്ലതാണ്. ഹാപ്പി കുക്കിംഗ്.